ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞേ. എല്ലാവരും ഒന്ന് ഈശോയ്ക്ക് ഒരുമിച്ച് സ്തുതി കൊടുത്തേ. എല്ലാ 8ാം ക്ലാസ്സുകാരും കൂടെ ഒരുമിച്ച് ഈശോയ്ക്ക് സ്തുതി കൊടുക്കുമ്പോൾ ഈശോയ്ക്ക് എന്ത് സന്തോഷാണെന്നറിയോ? ഒരുമിച്ച് പറ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമാണോ എല്ലാവർക്കും? കാറ്റഗിസം പഠിച്ച് പഠിച്ച് സന്തോഷാണോ? സന്തോഷാണല്ലേ. മറ്റേ ഭാഗം നമുക്കൊന്നും പറയണ്ട. നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് പറഞ്ഞാൽ മതിയേ. എന്നാലാണ് നമുക്കൊരു പഠിക്കാനുള്ള എനർജി കൂടി വരുള്ളൂ. എല്ലാ കാറ്റഗിസം ക്ലാസ് വരുമ്പോഴും നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കണം. സഭയെക്കുറിച്ച് പഠിക്കണം, ഈശോയെക്കുറിച്ച് പഠിക്കണം, ഈശോയുടെ അടുത്തിരിക്കണം എന്നൊക്കെ. അല്പം ത്യാഗം എടുത്താൽ പോലും കുഞ്ഞുമക്കളെ ഈ ഒരു കുറച്ച് സമയം ഈശോയുടെ കൂടെ ഇരുന്നാലുണ്ടല്ലോ, വലിയ കൃപ നിങ്ങൾക്ക്, നിങ്ങൾ അറിയാത്ത വിധത്തിൽ ഈശോ നിങ്ങളെ കൊണ്ടുപോകും. പിന്നീടാണ് നിങ്ങളതിൻ്റെ കൃപ മനസ്സിലാക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ ഈ പ്രിയപ്പെട്ട മക്കളെ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. സഭ ഏകമാണ്. ഞങ്ങൾ അങ്ങയിൽ ഒന്ന് ചേർന്നിരിക്കണമെന്ന് അങ്ങേക്ക് ആഗ്രഹമുണ്ട്. അങ്ങ് ഒരുപാട് അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന ബോധ്യത്തിൽ വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോട് ചേർന്നിരിക്കുന്നത് പോലെ സഭയോടും ചേർന്നിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. മുന്തിരിച്ചെടി ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒരു തൊഴുത്ത്, ഒരിടയൻ, ഇതൊക്കെ എല്ലാവർക്കും ഓർമ്മയില്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ വഴക്കോ പിണക്കോ സാധാരണ വീടുകളിൽ സംഭവിക്കാം. പപ്പയുടെ ചേട്ടന്മാരോ അനിയന്മാരോ എന്തെങ്കിലും തരത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിണ്ടാനും, അല്ലെങ്കിൽ പപ്പയുടെ അനിയൻ്റെ മക്കൾ നമ്മുടെ ഒപ്പമുള്ളവരായിരിക്കും. എന്നാലും വീട്ടിൽ വഴക്കുണ്ടായി എന്നൊക്കെ പറഞ്ഞാലും എന്തോ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നും. പിന്നെ പപ്പയുടെ അനിയൻ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. ചിലപ്പോൾ അമ്മമാർ വീട്ടിൽ പറയും, അന്ന് നിങ്ങൾ അങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടല്ലേ അവനിപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. നമ്മുടെ ഉള്ളിലും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി സന്തോഷിച്ചിരുന്ന സമയമായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു കുഞ്ഞൊരു വഴക്കുണ്ടായി, എന്താണാവോ ഇപ്പം വരാത്തത് എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ? അവർ തിരിച്ചൊരു ദിവസം അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് പേപ്പൻ, പലരും പേപ്പൻ, ഇളയപ്പൻ, പാപ്പൻ എന്നൊക്കെ പറയാറുണ്ട്, വീട്ടിലേക്ക് കയറി വന്നു. നമുക്ക് പെട്ടെന്നൊരു സന്തോഷം. നമ്മൾ ഓടിച്ചെന്ന് അടുക്കള ചെന്ന് പറയും, അമ്മേ വന്നു, പേപ്പൻ വന്നിട്ടുണ്ട്. ഈ ഒരു ഐക്യം, ഇത് മനുഷ്യ സ്വഭാവത്തിന്റെ ഭാഗമാണ്. പിണങ്ങിയിരിക്കാൻ നമുക്ക് എളുപ്പമല്ല, സന്തോഷം ഇല്ല. നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും ആയിട്ട് നമ്മൾ പിണങ്ങിയാൽ ആദ്യം ഒരു ദേഷ്യമൊക്കെ തോന്നിക്കാണും. പിന്നെ നമുക്ക് ഒന്ന് മിണ്ടാൻ, എന്നെ കൂട്ടിപ്പിടിക്കാൻ, ഒന്നൊരുമിച്ച് കളിക്കാൻ, അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു സന്തോഷമാണല്ലേ. ഇത് എല്ലാ മനുഷ്യ മക്കളിലും ഉള്ളതാണ്. പ്രത്യേകിച്ചും ക്രൈസ്തവരായ മക്കൾ മാമോദീസ സ്വീകരിക്കുന്നതോടുകൂടി സഭയോട് ചേർത്ത് ഈശോ നമ്മളെ ചേർത്ത് നിർത്തുന്നതോടുകൂടി നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്നതാണ് ഒന്നിച്ച് നിൽക്കണം, ഒരുമിച്ച് പ്രവർത്തിക്കണം. അപ്പൊ ആ ക്ലാസ്സിന്റെ 2ാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. അതിൽ തുടക്കം തന്നെ നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? സഭകളുടെ കൂട്ടായ്മ. അതെന്ത് സംഭവം? ഈശോ ഒരു സഭയിൽ സ്ഥാപിച്ചുള്ളൂ, പിന്നെന്ത് ഈ സഭകൾ? ഇവിടെ ഇന്ത്യനെ കുറിച്ച് മനോഹരമായിട്ട് പറയുന്നൊരു സെന്റൻസ് ഉണ്ട്. എന്ത്? നാനാത്വത്തിൽ ഏകത്വം, ഡൈവേഴ്സിറ്റി. അപ്പൊ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുമ്പോൾ എപ്പോഴും മറ്റ് പല രാഷ്ട്രങ്ങളും ഇന്ത്യയെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ, നിറഞ്ഞ കണ്ണുകളോടെ നോക്കുന്നത് എന്തിനാ? ഈ ഒരു കാര്യത്തിലാ. എന്ന് വെച്ചാൽ പല ഭാഷ, പല വസ്ത്രധാരണം, ഭക്ഷണ രീതി വേറെ, എന്തെല്ലാം ശൈലികളാണ് നമുക്കുള്ളതൊക്കെ. പക്ഷെ ഇവരെല്ലാം ഒരുമിച്ച് അത് അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇന്ത്യ ഇന്നും മുന്നോട്ട് പോകുന്നത്. ഒരു തോട്ടത്തില് റോസപ്പൂക്കൾ മാത്രമാണെങ്കിൽ അത്ര ഭംഗിയില്ല. പല തരത്തിലുള്ള പൂക്കൾ ഒരുമിച്ച് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ആ തോട്ടത്തിന്റെ മനോഹാരിത അത്ര മനോഹരമാണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് സഭ, ഏകസഭയാണ്. പക്ഷെ ഈ സഭകളുടെ കൂട്ടായ്മയാണ്. ഇത് കത്തോലിക്ക സഭയെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. കാരണം കത്തോലിക്ക സഭയിൽ തന്നെ നമുക്ക് ആകെ 24 വ്യക്തി സഭകളുണ്ട്. ഒന്ന് നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെച്ച്, 24 വ്യക്തി സഭകളുണ്ട് കത്തോലിക്ക സഭയിൽ. ബാക്കി പ്രൊട്ടസ്റ്റന്റ് സഭ അത് വേറെ, അതിനെ നമ്മൾ ക്രിസ്ത്യൻ ചർച്ചസ് എന്ന് പറയും. ഇതാണ് ക്രിസ്ത്യനും കാത്തലിക്കും തമ്മിലുള്ള വ്യത്യാസം.
നമ്മൾ തിരിച്ചറിയണമേ. എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു അതായത് പരിശുദ്ധ പിതാവിന്റെ കീഴിലുള്ള സഭകളാണ് ഈ പറയുന്നത്. അതിൽ ഒരു സഭയാണ് സീറോ മലബാർ സഭ. 24 വ്യക്തിഗത സഭകളുണ്ട്. 24 സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. ഈ 24 സഭകളുടെയും പരമാധ്യക്ഷൻ റോമിലെ പരിശുദ്ധ പിതാവാണ്. ഇപ്പൊ നമ്മുടെ പരിശുദ്ധ പിതാവ് ആരാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പ. 24 സഭകൾ. പിന്നെ സഭകളുടെ കൂട്ടായ്മ എന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ നമ്മളവിടെ ശ്രദ്ധിക്കുന്നതാണ്. ഈ 24 സഭകളുടെ ടെക്സ്റ്റ് ബുക്ക് എന്നെടുത്ത് പേജ് നമ്പർ 70 ഒരു സെന്റൻസ് നിങ്ങളവിടെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ആരാധനാക്രമം, ദൈവശാസ്ത്രം, ആധ്യാത്മികത, ശിക്ഷണക്രമം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സഭകൾ രൂപപ്പെട്ടിരിക്കുന്നത്. വാക്കുകൾ ശ്രദ്ധിക്കണേ. ആരാധനാക്രമം, ദൈവശാസ്ത്രം, ആധ്യാത്മികത, ശിക്ഷണക്രമം. ഒന്ന് അടിവരയിട്ട് വെച്ച് എല്ലാ മക്കളും അവിടെ ഒരു വാക്ക് വേണം നിങ്ങൾക്ക്. അതൊരു പുതിയ വാക്ക് ഞാനൊന്ന് പഠിപ്പിക്കാം. നമുക്ക് കുറച്ച് ലാറ്റിനും കൂടെ പഠിക്കണം. എത്ര സമയം നമ്മൾ ഗ്രീക്ക് ഒക്കെ പഠിച്ചില്ലേ, ഹീബ്രോ ഒക്കെ പഠിച്ചില്ലേ, നമുക്കൊരു ലാറ്റിൻ പദം കൂടെ പഠിക്കാം. പേജ് നമ്പർ 70 ആ ബ്രാക്കറ്റിലൊരു സംഭവം കണ്ടോ, CCEO. പഠിക്കാം നമുക്ക് എൻ്റെ വാക്ക്. ഞാൻ പറയുന്നത് നോട്ട്ബുക്കും പേനയൊന്നും എടുത്തേ ഉഷാറായിട്ട് നമുക്ക് ലാറ്റിൻ വാക്കും കൂടെ പഠിക്കാം. ഈ 8ാം ക്ലാസ് കഴിയുന്നതോടെ എനിക്ക് തോന്നണേ ഗ്രീക്ക് പഠിക്കും, ഹീബ്രു പഠിക്കും, സുറിയാനി പഠിക്കും, ലാറ്റിനും പഠിക്കും. 4 ഭാഷയിൽ പഠിക്കും. ഇത് എഴുതാം നമുക്ക്. CCEO. അതിന് ഇംഗ്ലീഷിലൊരു ഫുൾ ഫോം ഉണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കാം. അതായത് കോഡ് ഓഫ് കാനൻസ് ഓഫ് ഈസ്റ്റേൺ ചർച്ചസ്. CODE, കോഡ് ഓഫ് കാനൻസ് ഓഫ് ഈസ്റ്റേൺ ചർച്ചസ്. 2 തരം, അതായത് പാശ്ചാത്യ സഭകളും പൗരസ്ത്യ സഭ. ഈ 2 സഭകളിൽ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടി മാത്രമുള്ള നിയമങ്ങളാണ് കാനൻ നിയമങ്ങൾ എന്നാണ് അതിനെ പറയാം. ആ വാക്കുകളൊക്കെ എഴുതി വെച്ചേ. പുതിയ വാക്കുകൾ പഠിക്കുമ്പോൾ സന്തോഷമില്ലേ. കാനൻ നിയമങ്ങൾ. CCEO. ഞാൻ ലാറ്റിൻ പദം ഞാൻ പറഞ്ഞു തരട്ടെ. എൻ്റെ സ്പെല്ലിങ് നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. കോഡെക്സ്, കാനോനം, എക്ലേസിയറം, ഓറിയന്റേലിയം. എന്ത് ഭാഷയാണ് പഠിച്ചത് അല്ലേ? ഓക്കെ, നിങ്ങളത് പഠിക്കണം കേട്ടോ. നല്ല ഇങ്ങനത്തെ കുറച്ച് വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. നല്ല രസം അങ്ങനത്തെ ഒക്കെ പഠിച്ചിരിക്കാൻ. നമുക്ക് ഇടയ്ക്ക് പറയാനും ഇതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു അഭിമാനം, നമുക്കൊരു സെൽഫ് എസ്റ്റീം, ഒരു അഭിമാനം നമുക്ക് തോന്നും. CCEO. കോഡെക്സ്, കാനോനം, എക്ലേസിയറം, ഓറിയന്റേലിയം. കാനൻ നിയമത്തിൽ എന്നുള്ളൊരു കൊട്ടേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വേണ്ടിയിട്ട് ഞാൻ ആ വാക്ക് നിങ്ങളോട് പറഞ്ഞത്. ഇനി നമുക്ക് 6 ആരാധനാക്രമങ്ങളുണ്ട്. ഈ 6 ആരാധനാക്രമം നമ്മൾ പഠിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 71 ഒരു ബോക്സിൽ അത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 7 പള്ളികളെ പഠിച്ചത് ഓർമ്മയുണ്ടോ? 4 ക, 1 പ, 2 ന, 1 തി. തിരുവാങ്കോട് 7. ഇങ്ങനെ ഷോർട്ട് കട്ടിൽ നമുക്ക് ഇതും കൂടെ പഠിച്ചാലോ? 1 പഠിക്കാൻ എളുപ്പമാണ്. അതായത് പാശ്ചാത്യം 1, പൗരസ്ത്യം 5. നമ്മൾ പറഞ്ഞു കത്തോലിക്ക സഭയിൽ ഈ പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭയും. പാശ്ചാത്യ സഭയിൽ പെട്ടാണ് റോമാസ, ലത്തീൻ റീത്ത്. ബാക്കി എല്ലാം പൗരസ്ത്യം. അപ്പൊ പൗരസ്ത്യത്തിന്റെ ഈ 5 വാക്കുകളൊന്ന് പഠിക്കണ്ടേ? പഠിക്കാം. 1 ആ വെച്ചിട്ട് 3. അതായത് ഇത്രയേ ഉള്ളൂ. ആയ്ക്ക് പകരം എ വെക്കാം. ABC. എ വെച്ചിട്ട് 3. ഏതൊക്കെയായിരിക്കും? ടെക്സ്റ്റിൽ നോക്കിക്കേ. അലക്സാണ്ട്രിയൻ എഴുതൂ, നോട്ട്ബുക്കിൽ എഴുതണം. ഇത് എഴുതി തന്നെ പഠിക്കണം. എ വെച്ചിട്ട് 3. അലക്സാണ്ട്രിയൻ, അന്ത്യോക്യൻ, അർമേനിയൻ. പഠിക്കേ. എഴുതിയോ നോട്ട്ബുക്കില്? എല്ലാവരും പഠിക്കണം കേട്ടോ. ഇതൊക്കെ എല്ലാവരും കാണാതെ പഠിക്കണം. വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പഠിക്കണം. എ വെച്ചിട്ട് 3. അലക്സാണ്ട്രിയൻ, അന്ത്യോക്യൻ, അർമേനിയൻ. ഇനി ബി, ABC. 3 വാക്കേ ഉള്ളൂ. പിന്നെ ലാറ്റിൻ ചർച്ചല്ലേ, പാശ്ചാത്യം അല്ലേ, പൗരസ്ത്യത്തില് ABC. ബി, ബൈസന്റൈൻ. ടെക്സ്റ്റിലുണ്ട്, അതിന്റെ സ്പെല്ലിങ് നോക്കി എഴുതണേ. ബൈസന്റൈൻ. സി എന്താ? അത് നമ്മൾ അറിഞ്ഞിരുന്നേ പറ്റൂ. അത് നമ്മുടെ സ്വന്തമാണ്. കാൽഡിയൻ. നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെടും? സീറോ മലബാർ സഭ കാൽഡിയൻ വിഭാഗത്തിൽപ്പെട്ടതാണ്. അവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോക്കിയാൽ കാണാം. പൗരസ്ത്യ സഭകൾ എന്ന് പറഞ്ഞാൽ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. അത് അന്ത്യോക്യൻ, അർമേനിയൻ, അലക്സാണ്ട്രിയൻ, പിന്നെ ബി ബൈസന്റൈൻ, അടുത്തതാണ് കാൽഡിയൻ. സീറോ മലബാർ സഭ ഇതിൽ വരുന്നു, കാൽഡിയൻ സഭയിൽ വരുന്നു. പഠിക്കൂ എല്ലാവരും, നോക്കിയിട്ട് പഠിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. കാൽഡിയൻ സഭയിൽ വരുന്ന 2 കൽദായ, സീറോ മലബാർ സഭ. നമുക്ക് പരിചയമുള്ള ഒരാളുണ്ട്, സീറോ മലങ്കര. അതേതില? അന്ത്യോക്യനില കിടക്കുന്നത്. ആ ഒരു വാക്കുകളൊക്കെ നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കണേ, അതിനു വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സീറോ മലബാർ സഭ മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് ചൈതന്യം ഏറ്റുവാങ്ങി വളർന്നു വന്ന ഒരു സഭ.
ഓരോ സഭയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ബോധ്യം എന്താ ഒന്ന് പറയാമോ? ബോധ്യം: തിരുസഭ 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ്. പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമമാണ് സീറോ മലബാർ സഭയ്ക്കുള്ളത്. 24 വ്യക്തി സഭകളുടെ കൂട്ടായ്മയാണ് തിരുസഭ. പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമമാണ് നമ്മുടെ സീറോ മലബാർ സഭയ്ക്കുള്ളത്. ഇത് ബോധ്യമാണെങ്കിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? എല്ലാ സഭകളോടും സഭാംഗങ്ങളോടും ഒരു ബഹുമാനം ഉണ്ടായിരിക്കണം. ആരെയും തള്ളിക്കളയരുത്. ഇവരൊക്കെ ഈശോയുടെ വിശ്വാസത്തിൽ വളരുന്നവരാണ്. അവരുടെ ബഹുമാനം. അടുത്തത്, സീറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങളും പ്രത്യേകതകളും സൂക്ഷിക്കാൻ ഒരു താല്പര്യം. സീറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങളും പ്രത്യേകതകളൊക്കെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. ഉദാഹരണത്തിന് പെട്ടെന്ന് പറഞ്ഞാൽ, വിഭൂതി. വലിയ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് സീറോ മലബാർ സഭ എന്നാണ് വിഭൂതി ആചരിക്കുക? തിങ്കളാഴ്ച, പിറ്റേ ദിവസം. അതായത് പേത്തുർത്ത കഴിഞ്ഞാൽ പിറ്റേ ദിവസം. ലത്തീൻ സഭ എന്നായിരിക്കും? ബുധനാഴ്ച. പണ്ട് നമ്മൾ അങ്ങനെയാണ്, ആഷ് വെനസ്ഡേ, ചാരബുധൻ, ഇതാണ് നമ്മൾ പണ്ട് ചെയ്തത്. പക്ഷെ ഇപ്പൊ നമ്മള് സീറോ മലബാർ സഭ ആ ഒരു പഴയ ചൈതന്യത്തിലേക്ക്, സ്വന്തമായ ചൈതന്യത്തിലേക്ക്, ഒരു പ്രത്യേകതയിലേക്ക് കടന്നു വന്നിട്ട് പറയാണ്, 50 ദിവസവും നമ്മൾ നോമ്പാചരിക്കണം. അതുകൊണ്ട് തിങ്കളാഴ്ചയാണ് നമ്മൾ വിഭൂതിയായിട്ട്. ഒരു ഉദാഹരണമാണ്. ശീലം പറഞ്ഞില്ല അല്ലെ? ഓക്കെ, നമ്മൾ പ്രാർത്ഥിക്കണം. സഭകളുടെ ഐക്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. സഭയുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഏതാ സഭയ്ക്കുവാര പ്രാർത്ഥന നടക്കുന്ന ആഴ്ച ഏതാണെന്ന് ആർക്കെങ്കിലും പറയാം? സഭയ്ക്കുവാര പ്രാർത്ഥന നടക്കുന്ന ആഴ്ച ജനുവരി മാസം 18 മുതൽ 25 വരെ. ആ ദിവസങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. സഭയ്ക്കുവാരം ജനുവരി 18, 25. ഇന്ന് ഒരു കാര്യം ചെയ്യണേ, 3 പ്രാവശ്യം ഇത് ശീലത്തിൽ വരുന്നതാണ്. വിശ്വാസ പ്രമാണം ഇരുന്ന് ചൊല്ലണം. എന്നിട്ട് സഭകളുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഏകവും പരിശുദ്ധവും ശ്ലൈഹ്യവും സർവ്വത ഉള്ളത് കൊണ്ടാണ് 3 വിശ്വാസ പ്രമാണം. ആക്ടിവിറ്റി: സഭയ്ക്കുവാരം എന്ന് എഴുതി വെക്കുക. ചോദ്യം: സഭയ്ക്കുവാരം എന്തിന്? സഭയ്ക്കുവാരം എന്ന് മുതലാണ് ആരംഭിച്ചത്? ആദ്യത്തെ 2 ഉത്തരം പെട്ടെന്ന് കിട്ടും. 3-മത്തത് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. ഉത്തരം കൃത്യമായിട്ട് എഴുതി ടീച്ചറിന് അയച്ചു കൊടുക്കണം. അങ്ങനെ ഏകമായ സഭയിൽ വിശ്വസിച്ച് സന്തോഷത്തോടെ നമുക്ക് നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കണം. അല്ലേ മക്കളെ? ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.